ടെലിവിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യ, എന്റെ തോട്ടത്തിൽ മാത്രം എങ്ങനെയാ ഇത്ര ആരോഗ്യമുള്ള 8 ബോൾട്ട് കാ ഉണ്ടാവുന്നതെന്ന്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിലേ നല്ല ഫുഡ് കൊടുക്കണം. ഒരു ചരമുണ്ടായി, അതിലൊരു അരിമ്പുണ്ടായി, പൂവായി, കായായി, ഏലക്കയായി മാറുന്നവരെ കരുതല് വേണം. അതിന് പൂവുണ്ടാകാനായി ഒരു ടോണിക്ക്, കായുണ്ടാകാൻ മറ്റൊരു ടോണിക്ക്, അത് കൊഴിയാതിരിക്കാൻ വേറൊരു ടോണിക്ക്. അങ്ങനെയൊന്നും വേണ്ട, ക്വാളിറ്റിയുള്ള ഒരൊറ്റ ടോണിക്ക് മതി. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, യൂറോപ്പിൽ നിന്ന് പാക്കിങ്ങോടുകൂടി ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലാന്റ് ഫുഡ്. ഒറ്റ തവണ ഉപയോഗിച്ചാൽ 45 ദിവസം വരെ ചെടികൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമുള്ളത്ര പോഷക ഗുണങ്ങൾ ചെടിയിൽ കിട്ടും. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, എ പ്രൊഡക്റ്റ് ഓഫ് കലിപ്സോ സ്പെയിൻ, മാർക്കറ്റഡ് ബൈ വെൽറൂട്ട് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവിസ്മരണീയമാക്കുവാൻ കട്ടപ്പനയിലെ ഏറ്റവും മികച്ച മിനി ഹാളാണോ നിങ്ങൾ തിരയുന്നത്? 100 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന AC മിനി കോൺഫറൻസ് ഹാൾ, ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ലിഫ്റ്റ് ഫെസിലിറ്റീസ്, മോസ്റ്റ് മോഡേൺ സൗണ്ട് സിസ്റ്റം, ലേസർ ഷോ, വീഡിയോ ഡിസ്പ്ലേ ഫെസിലിറ്റീസ്, 100-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം, ടേബിൾ ആൻഡ് ചെയർ സർവിംഗ് ടേബിൾസ് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും. സെമിനാർ, പ്രോഡക്റ്റ് ലോഞ്ചിംഗ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇനോഗ്രൽ ഫംഗ്ഷൻ, ബിസിനസ് മീറ്റ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഫാമിലി ഗെറ്റ് ടുഗദർ. ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, വെള്ളയാംകുടി, കട്ടപ്പന. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയതിൽ പിന്നെയാണ് എന്റെ തോട്ടങ്ങൾ കൂടുതൽ ലാഭകരമായത്. 10-ൽ പരം പരിപ്പ് പിണ്ണാക്കുകളിൽ മൈക്രോ മാക്രോ ന്യൂട്രിയൻസും അമിനോ ആസിഡ്, സീവീഡ്, ഹ്യൂമിക്, ഫൾവിക് ആസിഡുകളും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ച കംപ്ലീറ്റ് പ്ലാൻ ഫുഡാണ് ഗ്രീനെക്സ് ഗോൾഡ്. വിവിധ തരം കെർണൽ കേക്കുകൾ ഹൈ പ്രോട്ടീൻ പൗഡറും എൻസൈമുകളും ചേർത്ത് എൻറിച്ച് ചെയ്ത് തരിയില്ലാതെ പൊടിച്ചെടുത്താണ് അൾട്രാ ഗോൾഡ് നിർമ്മിക്കുന്നത്. തുള്ളി നനയ്ക്കും ഡ്രെഞ്ചിങ്ങിനും വേണ്ടി ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ R&D ടീം പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നമാണ് അൾട്രാ ഗോൾഡ്. സ്വന്തം തോട്ടങ്ങളിൽ വർഷങ്ങളായി ഉപയോഗിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഓരോ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ 100% വിശ്വസിക്കാം. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ. ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. a range of premium Indian wear cut differently. She Store, beautifully you, a KG's Group venture. The most beautiful convention center in Kattapana with all features. Auditorium is fully air conditioned with more than 250 seating capacity. Suitable for multiple meeting, wedding and conference. More than 150 parking facility. Special area for exhibition and outdoor events. High Range Convention Center, Vellayamkudi Road, Kattapana. For booking, call 9656 460 303. കാ വീണ്ടും പകുതിയാണല്ലോ ദിനേശ. അഴുകലും തട്ടമറിച്ചിലും ഒരു രക്ഷയില്ല. ചിമ്പിന്റെ എണ്ണവും തീരെ കുറവ്. പിന്നെ എങ്ങനെ വിളവ് കൂടാനാ? എത്ര വളം ഇട്ടിട്ടും ഒരു കാര്യമില്ല. ഏത് കാലാവസ്ഥയിലും ഷാജി സാറിന്റെ തോട്ടത്തിൽ കാ ഇരട്ടിയാ. ഇതെങ്ങനെയാ പോയി? അതിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല ജോൺ സാറേ. തോന്നിയ വളമൊക്കെ വാങ്ങി ഉപയോഗിച്ച നേരത്ത് സമ്പൂർണ്ണ ജൈവവളമായ ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിച്ചിരുന്നെങ്കിൽ തട്ടമറിച്ചിലും അഴുകലും ചേർത്ത് കൂടുതൽ കരുത്തിട്ട ചിമ്പും നല്ല ബോൾഡ് കായും ലഭിച്ചേനെ. അടുത്ത പ്രാവശ്യമെങ്കിലും ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിക്കാൻ നോക്ക്. ജീവൻ പ്ലസ് 100% ഓർഗാനിക് and ISO 9001:2015 സർട്ടിഫൈഡ് പ്രോഡക്റ്റ്. കൃഷി ചെയ്യുന്ന കാലത്ത് ജീവൻ പ്ലസ് ഇട്ടാൽ വിളവിന്റെ കാലത്ത് നിറവിളവ് നേടാം. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ
അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം. 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KCB സബ് സ്റ്റേഷന് സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. High Range Hypermart presents Jumanji, the gaming zone. Open on every days 9 AM to 9 PM at High Range Hypermart, Kattapana. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോനാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക്. സന്തുഷ്ട കുടുംബത്തിന് വേണം സമ്പൂർണ്ണ ആരോഗ്യം. സമ്പൂർണ്ണ ആരോഗ്യം നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തിക്കും പാചകം റൈസിലൂടെ. ഇനി നിങ്ങളുടെ കുടുംബവും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. പാചകം റൈസ്, നാവിലൂറും നാടിന്റെ രുചി. ഫോർ ട്രേഡ് എൻക്വയറി, കവിത ട്രേഡിംഗ് കമ്പനി, എളപ്പാറ റോഡ്, കട്ടപ്പന. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കാൻ എന്താ ചെയ്യാ? ആരാ ഇപ്പൊ സഹായിക്കുക? വിഷമിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. മൈന ഗോൾഡ് ഉള്ളപ്പോ ആ ടെൻഷൻ വേണ്ട. 9446227131 8075689598 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണമായാലും അത് ഉയർന്ന വിലക്ക് വിൽക്കുവാനും മൈന ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ സേവനം കേരളത്തിൽ എവിടെയും, അതും നിങ്ങളുള്ള സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യുന്നു. മൈന ഗോൾഡ്. അല്ലോ എൽദോ, എന്നാ ഉണ്ടടാ തോട്ടത്തിലെ വിശേഷങ്ങൾ? അത് പിന്നെ ആകെ പ്രശ്നമാണ് ഈ പച്ച മുതലാളി. എന്ത് പ്രശ്നം? നീ ഒന്ന് തെളിച്ചു പറയടാ. പോയി എല്ലാം പോയി മുതലാളി. വെയിലെന്ന് പറഞ്ഞ എന്നാ വെയിലാ. നമ്മുടെ ഏലച്ചെടികളെല്ലാം വാടിക്കരിഞ്ഞു. ഇത്തവണയും പണി കിട്ടി. ഓ, ഇതൊക്കെ നോക്കാനല്ലയോ നിന്നെ തോട്ടത്തിൽ നിർത്തിയേക്കുന്നേ? സൂര്യൻ ഉച്ചയിൽ കത്തി നിൽക്കല്ലേ. ഞാനിനി എന്നാ ചെയ്യാനാ പുണ്യാള? സൂര്യൻ കൊല്ലവും പണി തന്നു. മുതലാളിക്ക് വെയിൽ കൊള്ളാതിരിക്കാനല്ലേ ഈ കൊടയും പിടിച്ച് നിൽക്കണത്. അതുപോലെ ഈ ചെടിക്കൊരു കൊട ചൂടി കൊടുത്താ പോരെ? തോമാ, ഇത് വെച്ചൊരു കീറിയണ്ടല്ലോ. മുതലാളി ചൂടാവണ്ട. വെയിലിന്റെ കലിപ്പ് തീർക്കാൻ ഗ്രീൻ മിറാക്കിൾ അടിച്ചു കൊടുത്താൽ മതി.
പിന്നെ ശരിക്കും ചെടിക്കൊരു കോട ചൂടി കൊടുത്ത പോലെ. സ്റ്റെയിൻസ് ഗ്രീൻ മിറക്കിൾ തളിക്കൂ, വേനൽ ചൂടിൽ നിന്ന് ഏലത്തെ രക്ഷിക്കൂ. ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണുന്ന ആ ദിവസം, പട്ടിന്റെ അഴകിൽ പൊതിഞ്ഞ പവിത്രമായ ഒരു ബന്ധത്തിന്റെ തുടക്കം, മാംഗല്യം. പെണ്ണിന് അലങ്കാരമാണ് പട്ട്, തലമുറകളിലൂടെ തേടിയെത്തുന്ന ആശീർവാദമാണ്. മനം പോലെ മാംഗല്യം, മനം കവരും പട്ട്. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി 9 മുതൽ 16 വരെ. തൃക്കുടിയേറ്റ്, പറയെടുപ്പ്, മഹാപ്രസാദമൂട്ട്, നീരാഞ്ജന സമർപ്പണം, കലാപരിപാടികൾ, ഭഗവാന് അംശം സമർപ്പിക്കൽ, ഉത്സവ ബലി, കലവറ നിറയ്ക്കൽ, മഹാഘോഷയാത്ര, പള്ളിവേട്ട, ആറാട്ടുകുളം സമർപ്പണം, ആറാട്ടുഘോഷയാത്ര, ആറാട്ട് സദ്യ. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം. മികച്ച ഡോക്ടർമാരും ആധുനിക സൗകര്യങ്ങളുമായി റോഹൻ ശേഖർ യൂറോളജി ക്ലിനിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്റർ കമ്പം. ഞങ്ങളുടെ മെഡിക്കൽ സേവനങ്ങൾ നെഫ്രോളജി, ജനറൽ മെഡിസിൻ, അനസ്തേഷ്യ. ഞങ്ങളുടെ പ്രത്യേക സേവനങ്ങൾ ജനറൽ സർജറി, ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി, യൂറോളജി സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി, യൂറോ ഗൈനക്കോളജി. മറ്റ് സേവനങ്ങൾ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് സർവീസസ്, സർജിക്കൽ ICU, നഴ്സിംഗ് മാനേജ്മെന്റ്. Our 24 hours facilities includes a well-occupied operation theatre, emergency care, clinical pathology, clinical biochemistry, hematology, serology, digital X-ray services, pharmacy services. Rohan Shekhar Hospital and ISO 9001:2008 certified urology clinic and laparoscopic center, Ranger Office Road, Kambam. For more details, 04554 274414 276672. വചനോത്സവം 2025 ഫെബ്രുവരി 15 തീയതി കൊച്ചറ IPC ബദൽ ഗ്രൗണ്ടിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 9 മണി വരെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ വചനപ്രഘോഷണവും ഇമ്മാനുവൽ ഹെൻറി, കെസിയ ജെയിംസ് എന്നിവർ സംഗീത സന്ധ്യയും നയിക്കുന്നു. ഈ സംയുക്ത കൺവെൻഷനിലേക്കും സംഗീത സായാഹ്നത്തിലേക്കും നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നതാ മനുഷ്യ? സ്വർണം പണയം വെച്ചിട്ട് 50,000 രൂപ എടുത്തില്ലായിരുന്നോ? 3 മാസത്തെ പലിശ 3,500 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുക. ഇതെന്നാ പലിശ? 3,500? അല്ല അൻസി, നീ സ്വർണം പണയം വെച്ച ഏതോ ബാങ്കിൽ നിന്ന് 50,000 എടുത്തില്ലായിരുന്നോ? എടുത്തായിരുന്നു ചേച്ചി. പക്ഷെ എനിക്ക് 3 മാസത്തേക്ക് 1,200 രൂപ പലിശയായുള്ളൂ. ഞാൻ വെച്ചതേ ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിലാ. ഷായിച്ചേട്ടൻ ഏതായാലും സ്വകാര്യ ബാങ്കിലായിരിക്കും പണയം വെച്ചേ, അതുകൊണ്ടാ. ഞാനും ഞങ്ങളുടെ സംഘക്കാർ അവിടെ തന്നെയാ പണയം വെച്ചേക്കുന്നത്. നോക്കിയും കണ്ടും ചെയ്താലല്ലേ ചേച്ചി ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ അൻസി വലിയ ബുദ്ധിമാനാണെന്ന് ഈ മനുഷ്യന്റെ വിചാരം. ഇത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും സ്വകാര്യ ബാങ്കിൽ കൊണ്ട് പണയം വെക്കൂ? അല്ലെങ്കിലും എന്നോടൊന്നും പറയത്തില്ലല്ലോ. ചോദിക്കുമായിരുന്ന ഞാൻ പറഞ്ഞു തന്നേനെ. എന്നെ മുന്നേടി നീ ഒന്ന് ക്ഷമിക്ക്. ഏതായാലും പറ്റിയത് പറ്റി. ഇന്ന് തന്നെ ആ സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത് ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ കൊണ്ടങ്ങ് വെക്കാം. ഗ്രാമിന് കൂടുതൽ തുകയും കുറഞ്ഞ പലിശയും, കർഷകർ നെഞ്ചേറ്റിയ വിശ്വാസം. ഇടുക്കി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒരു സഹകരണ സംരംഭം. ബ്രാഞ്ചുകൾ കട്ടപ്പന, ചെറുതോണി, ഇടുക്കി, അയ്യപ്പൻ കോവിൽ, കമ്പിളികണ്ടം. അതെ, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാൻ നല്ല ടൈമായിട്ടോ ഇത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവരാണോ? എങ്കിൽ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യല്ലേ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, AC, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാ പർച്ചേസുകൾക്കും മറ്റെല്ലാ ഓഫറുകൾക്കും പുറമെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും ഫെബ്രുവരി 15 മുതൽ 28 വരെ മാത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്
പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbavoor. Opening shortly at Kattapana. നമസ്കാരം. പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന ചവിട്ടിമറിച്ചു. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപമാണ് വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ കാട്ടാന ചവിട്ടിമറിച്ചത്. ആർക്കും പരിക്കുകൾ ഇല്ല. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമം. ഒരാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ പാറമട സ്വദേശി ശിവ. സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കിയിൽ നടന്ന കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി വോട്ട് ചെയ്യാൻ ശ്രമം. വോട്ടിംഗ് തടഞ്ഞതോടെ പോളിംഗ് ബൂത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. സംഭവത്തിൽ ഇടുക്കി എസ്പിക്ക് പരാതി. കട്ടപ്പനയിൽ തീപിടുത്തം. കൃഷിയിടം കത്തിനശിച്ചു. കല്ലുകുന്ന് സ്വദേശിയുടെ പുരയിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നിരവധി കൃഷികൾ കത്തിനശിച്ചു. ബോംബയാറിൽ JCB വീടിന് മുകളിൽ പതിച്ച് വീട് തകർന്നു. ജൽജീവൻ മിഷന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച JCB ആണ് കുത്തിറക്കത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. പുഷ്പകണ്ഠം സ്വദേശിനിയുടെ ഭവനം പൂർണ്ണമായും തകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന ചവിട്ടിമറിച്ചു. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപമാണ് വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ഇന്നോവ കാർ കാട്ടാന ചവിട്ടിമറിച്ചത്. വിനോദസഞ്ചാരികൾ കാര്യമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. മൂന്നാറിൽ നിന്നും വിദേശ വിനോദസഞ്ചാരികളടങ്ങുന്ന 4 പേരുടെ സംഘം തേക്കടിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം വെച്ച ഇവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായി. റോഡിന് മുകൾ ഭാഗത്തു നിന്ന് പാഞ്ഞെത്തിയ ആന ഇന്നോവ കാർ ചവിട്ടിമറിച്ചു. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ആന മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് ചവിട്ടുകയാണ്. സെൻട്രൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. അത് സംഭവിച്ചത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം തൊട്ട് ഫ്രണ്ടിലായിപ്പോയി. ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരും ചവിട്ടി നടത്തി. ചവിട്ടിയാൽ എന്നെ ചവിട്ടിയുള്ളൂ. ആന ചവിട്ടിയതോടെ കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു. വിനോദസഞ്ചാരികൾ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വാഹനത്തിന് ഓടിക്കാൻ കഴിയാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്തുണ്ടായിരുന്ന പശുവിനെയും കാട്ടാന ആക്രമിച്ചു കൊന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എത്തി കാട്ടാനയെ തുരത്തി. ഇംഗ്ലണ്ട്, ലിവർപൂൾ സ്വദേശികളായ വിനോദസഞ്ചാരികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഓട്ടോറിക്ഷ യാത്രികൻ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമം. ഒരാൾ പോലീസ് പിടിയിലായി. വണ്ടിപ്പെരിയാർ പാറമട സ്വദേശി ശിവയാണ് പിടിയിലായത്. സംഭവത്തിൽ സഹായിയായ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അയ്യപ്പൻകോവിൽ പാറമട സ്വദേശിയായ ശിവായെയും
സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെയും വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിന് സമീപം വെച്ച് ശിവ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റുകയും വണ്ടിപ്പെരിയാർ പാറമടയിൽ എത്തിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥിനിക്ക് കൈക്കും കാലിനും നെറ്റിക്കും പരിക്കേറ്റിട്ടുമുണ്ട്. ശിവ കഴിഞ്ഞ 3 വർഷക്കാലമായി പെൺകുട്ടിക്ക് പിറകെ പ്രണയം നടിച്ച് നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മദ്യലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റി ദേഹോപദ്രവം ഏൽപ്പിച്ചത്. തുടർന്ന് സ്കൂൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്ന് പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനു മുൻപും പ്രതിയായ ശിവ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന് സമീപം എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നും കേസിൽ പറയുന്നുണ്ട്. പ്രതിയായ ശിവയെയും സഹായിയായിരുന്ന പെരിയാർ എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തന്നെ പ്രതി ഓട്ടം വിളിച്ചതാണെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ, ASI നിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി വോട്ട് ചെയ്യാൻ ശ്രമം. ഇടുക്കിയിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി പോലീസ് ഉദ്യോഗസ്ഥൻ വോട്ട് ചെയ്യാൻ എത്തിയത്. വോട്ട് തടഞ്ഞതോടുകൂടി പോളിംഗ് ബൂത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംഭവത്തിൽ മത്സരാർത്ഥികളിൽ ഒരാൾ ഇടുക്കി SP-ക്ക് പരാതി നൽകി. അതിനാണ് നമ്മൾ ഈ 6B ആയിട്ട് നോക്കി ഇതുമായിട്ട് നോക്കിയപ്പോൾ ഡേറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്യാനല്ല നമ്മളെ പറഞ്ഞത്. വോട്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് വ്യത്യാസമാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കുറ്റകൃത്യം തടയേണ്ടവർ തന്നെ കുറ്റവാളികളായി മാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് ബൂത്തിൽ നിന്നും പുറത്തു വന്നത്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പോളിംഗ് ബൂത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വ്യാജ തിരിച്ചറിയൽ രേഖയുമായി വോട്ട് ചെയ്യാനെത്തിയ പോലീസുകാരനെയാണ് UDF അനുകൂല പാനലിൽ ഉള്ളവർ തടഞ്ഞത്. തിരിച്ചറിയൽ കാർഡിലും കൗണ്ടർ ഫോയിലിലും തീയതി വ്യത്യാസം വന്നതിനെ തുടർന്നാണ് ബൂത്ത് ഏജന്റുമാർക്ക് സംശയം ഉടലെടുത്തത്. ഇതേ തുടർന്ന് ചലഞ്ച് ചെയ്യുകയായിരുന്നു. തുടർന്ന് രേഖകൾ പരിശോധിച്ച റിട്ടേണിംഗ് ഓഫീസർ പോലീസുകാരനെ വോട്ട് ചെയ്യുവാൻ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വ്യാജരേഖ ചമച്ച പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ബിജു വൈശൻപറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. കട്ടപ്പനയിൽ തീപിടുത്തം, കൃഷിയിടം കത്തി നശിച്ചു. കല്ലുകുന്ന് വടക്കൽ ജോസിന്റെ പുരയിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നിരവധി കൃഷികൾ കത്തി നശിച്ചു. കട്ടപ്പന കല്ലുകുന്ന് വടക്കൽ ജോസിന്റെ പുരയിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. തീ പടർന്നതോടെ നാട്ടുകാർ കട്ടപ്പന അഗ്നിരക്ഷാ സേനാ സംഘത്തെ അറിയിക്കുകയും ഇവർ സ്ഥലത്തെത്തുകയുമായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷികൾ കത്തി നശിച്ചു. 1/2 ഏക്കറോളം കൃഷിഭൂമി കത്തി നശിച്ചതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തീ പിടിക്കാനുള്ള കാരണം നമ്മുടെ ഊഹത്തിൽ ആരെങ്കിലും സിഗരറ്റ് കുത്തിയോ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞാന്ന് കരുതുന്നു. ഇത് ഏകദേശം 1/2 ഏക്കറോളം സ്ഥലം കത്തി നശിച്ചു. അതിൻ്റെ അകത്ത് കാപ്പി, കുരുമുളക് എന്ന് വേണ്ട പലവിധ കൃഷികളുണ്ടായിരുന്നു. കുറച്ച് തരിശുഭൂമി ഉണ്ടായിരുന്നു, അവിടെയെല്ലാം കത്തിപ്പിടിച്ചു. തുടർന്ന് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് തീയെല്ലാം കെടുത്തി സുരക്ഷിതമാക്കി. അതുകൊണ്ട് നമ്മൾ തുടർന്ന് അങ്ങോട്ട് കത്താവുന്ന ഏക്കർ കണക്കിന് സ്ഥലം നമ്മൾ രക്ഷിക്കുകയാണ് ചെയ്തത്. എപ്പോഴാണ് സാർ സംഭവം? കട്ടപ്പന വെള്ളിയാങ്കുടി റൂട്ടിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് സംശയം. വേനൽ രൂക്ഷമായതോടെ കാട്ടുതീ ഇത്തരത്തിൽ പടരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജൂബി തോമസ്, ഉദ്യോഗസ്ഥരായ ജിക്സൺ ജോസി, ആരിനന്ദ് മുരളി, മുഹമ്മദ് അസ്ലം, ആദർശ് MM, സന്തോഷ് PS എന്നിവരടങ്ങുന്ന സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കോമ്പയാറിൽ JCB വീടിന് മുകളിലേക്ക് പതിച്ച് വീട് തകർന്നു. ജലജീവൻ മിഷന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച JCB ആണ് കുത്തിറക്കത്ത് നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞത്. പുഷ്പകണ്ഠം പതിക്കാലായിൽ ബിനുവിന്റെ ഭവനമാണ് പൂർണ്ണമായും തകർന്നത്. ജലജീവൻ മിഷന്റെ പ്രവൃത്തികൾ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ കുഴികൾ എടുക്കുവാനായി എത്തിച്ച JCB കുത്തിറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഡ്രൈവർ വാഹനം നിയന്ത്രിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ വാഹനം വീടിന് മുകളിലേക്ക് പതിച്ചു. വീട് പൂർണ്ണമായും തകർന്നു. ജലനിധിയുടെ കുഴിയെടുത്തുകൊണ്ടിരുന്ന വണ്ടിയാണിത്. ഈ വണ്ടി നിയന്ത്രണം വിട്ട് ഈ വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ആ വീട് പൂർണ്ണമായിട്ടും തകർന്നു പോയി. അപ്പോൾ ഇത്
ഈ വീട് പൂർണ്ണമായി തകർന്നു പോയി. അത് ഇനി പുനർനിർമ്മിക്കുക മാർഗമുള്ളൂ. അത് എത്രയും പെട്ടെന്ന് അവർക്ക് പുനർനിർമ്മിച്ചു കൊടുക്കുക. ഇത് വൻ ദുരന്തമാണ് ഒഴിവായത്. ഇതിനകത്ത് ആളില്ലാത്തതുകൊണ്ട് ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഈ ഒരു അപകടത്തിൻ്റെ ഒരു വലിയൊരു വ്യാപ്തി നമുക്ക് മനസ്സിലാകണതിനകത്ത് കയറി ഒന്ന് നോക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. അവർ സംസാരിച്ച് വണ്ടിക്കാരനുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഡീൽ ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ താല്പര്യം. ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞ മാസമാണ് പൂർത്തീകരിച്ചത്. ബാക്കിയുള്ള ചെറുപണികൾ കൂടി പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്താനിരിക്കെയാണ് അപകടം. സംഭവ സമയം വീടിനുള്ളിൽ ആളില്ലാതിരുന്നത് മൂലം വൻ അപകടം ഒഴിവായി. സമീപത്ത് വൈദ്യുതി പോസ്റ്റുകളടക്കം ഉണ്ടായിരുന്നു. വൈദ്യുതി പോസ്റ്റുകളിലേക്ക് വാഹനം ഇടിച്ചിരുന്നെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചേനെ. വാഹനം നിലവിൽ വീട്ടുമുറ്റത്ത് തന്നെ കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കമ്പമട്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേള. അതെ, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാൻ നല്ല ടൈമായിട്ടോ ഇത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവരാണോ? എങ്കിൽ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യല്ലേ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, AC, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാ പർച്ചേസുകൾക്കും മറ്റെല്ലാ ഓഫറുകൾക്കും പുറമെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും ഫെബ്രുവരി 15 മുതൽ 28 വരെ മാത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസ്. സന്തുഷ്ട കുടുംബത്തിന് വേണം സമ്പൂർണ്ണ ആരോഗ്യം. സമ്പൂർണ്ണ ആരോഗ്യം നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തിക്കും പാചകം റൈസിലൂടെ. ഇനി നിങ്ങളുടെ കുടുംബവും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. പാചകം റൈസ്, നാവിലൂറും നാടിന്റെ രുചി. ഫോർ ട്രേഡ് എൻക്വയറി, കവിത ട്രേഡിംഗ് കമ്പനി, എളപ്പാറ റോഡ്, കട്ടപ്പന. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, ടജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പിൽ പരാതിക്കുമേൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. രാജാക്കാടിൽ മാത്രം തട്ടിപ്പിന് ഇരകളായത് 500-ൽ അധികം ആളുകൾ. പൊതുപ്രവർത്തകനായ പ്രൊമോട്ടറെയും സെക്രട്ടറിയെയും വിശ്വസിച്ചാണ് പണം നൽകിയത് എന്ന് വഞ്ചിക്കപ്പെട്ടവർ ആരോപിച്ചു. അതേസമയം പോലീസിൽ പരാതി നൽകാൻ ചെന്നാൽ പരാതിയുടെ രസീത് പോലും തരാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം. സാധാരണക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത പാതിവില തട്ടിപ്പിന്റെ ഇരകൾ പരാതിയുമായി രംഗത്തെത്തി. രാജാക്കാട് പഞ്ചായത്ത് പരിധിയിലുള്ള 500-ലധികം ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും 15,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് പലർക്കും നഷ്ടമായിട്ടുള്ളതെന്നും തട്ടിപ്പിനിരകളായ ബാബു കൊച്ചുവരയ്ക്കൽ, നന്ദകുമാർ ചൂഴിക്കര, സലീം പാറയ്ക്കർ എന്നിവർ രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സീഡിന്റെ പ്രൊമോട്ടറെയും സെക്രട്ടറിമാരെയും വിശ്വസിച്ചാണ് പണം നൽകിയിട്ടുള്ളത്. നിലവിൽ പണം അടപ്പിച്ച പ്രൊമോട്ടർമാരിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും പറഞ്ഞ വാഹനമോ ഉപകരണങ്ങളോ അടച്ച പണമോ തിരികെ കിട്ടിയിട്ടില്ല. മുൻപ് ജനപ്രതിനിധികളായിരുന്നവരും ഇപ്പോഴും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും കുടുംബശ്രീ പോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമാണ് പ്രൊമോട്ടർ സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തുമുള്ളത്. ഇവരെ വിശ്വസിച്ചാണ് തങ്ങൾ പണം നൽകിയതെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. അനന്തകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എതിരായി പരാതി കൊടുത്തുകൊണ്ട് ഈ പ്രൊമോട്ടർമാരും സെക്രട്ടറിയുമെല്ലാം ഒഴിവാകുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുക്കുവാനും വേണ്ടി ചെല്ലുന്നവരോട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും പരാതിയുമായി സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് തക്കതായ പരാതി സ്വീകരിച്ച രസീതുകളോ FIR കോപ്പിയോ കൊടുക്കാതെ
നിരുത്സാഹപ്പെടുത്തുന്നതുമായ സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും രസീത് തരുന്നതിന് പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് സെക്രട്ടറിയും പ്രമോട്ടർമാരും പണം അടച്ചവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. തട്ടിപ്പ് നടത്തിയവർ രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയോടെ കേസ് ഒതുക്കാനുള്ള ശ്രമത്തിലാണെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും രസീത് തരുന്നതിന് പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് സെക്രട്ടറിയും പ്രമോട്ടർമാരും പണം അടച്ചവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. തട്ടിപ്പ് നടത്തിയവർ രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയോടെ കേസ് ഒതുക്കാനുള്ള ശ്രമത്തിലാണെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. പാതിവില തട്ടിപ്പിൽ ഇരയായവരിൽ ബഹുഭൂരിപക്ഷവും നാണക്കേട് മൂലം പരാതി നൽകുവാൻ പോലും തയ്യാറായിട്ടില്ല. തങ്ങളിൽ നിന്നും വാങ്ങിയ പണം പ്രമോട്ടറും സെക്രട്ടറിയും തിരികെ തരാൻ തയ്യാറാകണം. അതിന് അധികാരികളും ഭരണ നേതൃത്വവും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും രസീത് തരുന്നതിന് പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് സെക്രട്ടറിയും പ്രമോട്ടർമാരും പണം അടച്ചവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. തട്ടിപ്പ് നടത്തിയവർ രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയോടെ കേസ് ഒതുക്കാനുള്ള ശ്രമത്തിലാണെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം പണം നഷ്ടപ്പെട്ടവർ അതിനുത്തരവാദികളായ പ്രമോട്ടറുടെയും സെക്രട്ടറിയുടെയും ഭവനങ്ങളിലേക്ക് സമരം നടത്തേണ്ടി വരുമെന്നും കബളിപ്പിക്കപ്പെട്ടവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. കൂട്ടാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച സിഐക്ക് അനുകൂലമായി വീണ്ടും മേലുദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്. കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ നിയമപരമായി മാത്രമാണ് ബലം പ്രയോഗിച്ചത് എന്ന് ഇടുക്കി എസ്പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം. പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെതിരെ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കുമെന്ന് മർദ്ദനമേറ്റ മുരളീധരൻ പറഞ്ഞു. പുതുവത്സര ദിനത്തിൽ കൂട്ടാറിൽ മദ്യപിച്ച് കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടുന്നതിനിടയിൽ മുരളീധരന് മർദ്ദനമേറ്റുവെന്നാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. കമ്പംമെട്ട് CI നടത്തിയത് നിയമപരമായ ബലപ്രയോഗം മാത്രം. 2 SIമാർ ഉൾപ്പെട്ട സംഘം ആവശ്യപ്പെട്ടിട്ടും പിരിഞ്ഞു പോകാതെ വന്നതിനെ തുടർന്നാണ് CI എത്തിയത്. CIക്കെതിരെ നടപടി ആവശ്യമില്ലെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കമ്പംമെട്ട് CI ഷമീർ ഖാനെ സംരക്ഷിച്ച് കേസ് തേച്ചുമായ്ച്ചു കളയുവാനുള്ള നീക്കമെന്നാണ് മുരളീധരന്റെ ആരോപണം. CIയുടെ മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ല് പോയിരുന്നു. എന്നിട്ടും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കുവാനാണ് മുരളീധരന്റെ നീക്കം. മുരളീധരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. SPക്ക് ലഭിച്ച റിപ്പോർട്ട് ഉടൻ DIGക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഉപ്പുതറ വളകോടിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞ സ്ഥലങ്ങളിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. 2 ഇടങ്ങളിലായിട്ടാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നലെ വനംവകുപ്പ് ജീവനക്കാർ പൂച്ചപ്പുലിയെ കണ്ടിരുന്നു. എന്നാൽ നാട്ടുകാർ പുലിയാണെന്ന് തറപ്പിച്ച് പറയുന്നതിനാൽ പകലും രാത്രിയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളകോട് സെന്റ് ജോർജ് ദേവാലയത്തിന് പിൻവശത്തുള്ള കുറ്റിക്കാട്ടിലാണ് ആദ്യം പുലിയെ കണ്ടത്. ഞായറാഴ്ച സ്വകാര്യ റിസോർട്ടിലെ തൊഴിലാളിയാണ് പുലിയെ കണ്ടിരുന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പലരും പുലിയെ കാണാനിടയായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്ത് കുറ്റിക്കാട് ഉള്ളതിനാൽ പൂച്ചപ്പുലിയാണെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. എങ്കിലും ഇവിടെ RRT ടീമുകളുടെ പട്രോളിംഗ് ഏർപ്പെടുത്തി. ഇവർ പൂച്ചപ്പുലിയെ കാണുകയും ചെയ്തു. സമീപവാസിയുടെ ഒരു കോഴിയെ പൂച്ചപ്പുലി പിടിക്കുകയും ചെയ്തു. എന്നാൽ പൂച്ചപ്പുലിയെയല്ല, വലിപ്പമുള്ള പുലിയെ തന്നെയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞതോടെ വനം വകുപ്പ് ജനങ്ങൾ പുലിയെ കണ്ടുവെന്ന് അറിയിച്ച സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. ആദ്യ ദിവസം ക്യാമറയിൽ ചിത്രങ്ങളൊന്നും പതിഞ്ഞില്ല. ഇന്നും ക്യാമറ വെച്ച് നിരീക്ഷിക്കുകയും പട്രോളിംഗ് നടത്തുകയും ചെയ്യും. ഉപ്പുതറ വളകോട് ടൗണിന് സമീപത്തായി 50 മീറ്റർ ദൂരത്തായാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായി പറയുന്നത്. നിരവധി വീടുകളുള്ള സ്ഥലത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പണി പൂർത്തിയായി വരുന്ന റിസോർട്ടിന്റെ എതിർവശത്തുള്ള കുറ്റിക്കാട് വെട്ടിത്തിളയ്ക്കുന്നതിനിടയിലാണ് ആദ്യം പുലിയെ കണ്ടത്. ഒന്നിലധികം പേർ പുലിയെ കണ്ടതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ക്യാമറ സ്ഥാപിക്കും. പുലിയെ കണ്ടത് കാട്ടുതീ പോലെ പരന്നതോടെ പ്രദേശം പുലിപ്പേടിയിലാണ്. കാക്കത്തോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പരിശോധന നടത്തി വരികയാണ്. പുലിയുടെ ചിത്രം പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കുമെന്നും ഫോറസ്റ്റർ KN സന്തോഷ് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. തോട്ടം തൊഴിലാളികളെ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചില്ലെന്ന് മുൻ MLA AK മണി. തെറ്റുകൾ തിരുത്തി തോട്ടങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും AK മണി കുമളിയിൽ പറഞ്ഞു.
ടീ പ്ലാന്റേഷൻ മൊത്തം തകർന്ന സാഹചര്യത്തിലായിരിക്കുന്നു. തേയിലയുടെ വില വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നു. ഇതെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ തന്നെയാണ് രണ്ട് ബഡ്ജറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വരുമാനം സർക്കാരിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് തോട്ടമേഖലയും തോട്ട മേഖലയിലും ഏലത്തോട്ട മേഖലയിലും. രണ്ട് സമൂഹത്തിനും ഈ രണ്ട് മേഖലകളും തകർത്തെറിയുവാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും രൂപം കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പോയാൽ തോട്ട മേഖല തകരും, സർക്കാർ വരുമാനമില്ല, തോട്ടം തൊഴിലാളികളും പട്ടിണിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ രണ്ട് സംസ്ഥാന ബഡ്ജറ്റിലും കേന്ദ്ര ബഡ്ജറ്റിലും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തോട്ടം തൊഴിലാളികളെയും തോട്ടങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അടിയന്തരമായ നടപടി ബഡ്ജറ്റിൽ ഇല്ലാതെ പോയാലും ഉണ്ടാവണം എന്നുള്ളതാണ് INTUCയുടെ ഇന്ന് സംസ്ഥാന INTUC. മടങ്ങിയെത്താം വാർത്തയിൽ മറ്റൊരിടവേള. വചനോത്സവം 2025 ഫെബ്രുവരി 15-ാം തീയതി കൊച്ചറ IPC ബദൽ ഗ്രൗണ്ടിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 9 മണി വരെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ വചനപ്രഘോഷണവും ഇമ്മാനുവൽ ഹെൻറി, കെസിയ ജെയിംസ് എന്നിവർ സംഗീത സന്ധ്യയും നയിക്കുന്നു. ഈ സംയുക്ത കൺവെൻഷനിലേക്കും സംഗീത സായാഹ്നത്തിലേക്കും നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയതിൽ പിന്നെയാണ് എന്റെ തോട്ടങ്ങൾ കൂടുതൽ ലാഭകരമായത്. 10-ൽ പരം പരിപ്പ് പിണ്ണാക്കുകളിൽ മാക്രോ ന്യൂട്രിയൻസും അമിനോ ആസിഡ്, സീവീഡ്, ഹ്യൂമിക്, ഫൾവിക് ആസിഡുകളും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ച കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡാണ് ഗ്രീനെക്സ് ഗോൾഡ്. വിവിധ തരം കെർണൽ കേക്കുകൾ ഹൈ പ്രോട്ടീൻ പൗഡറും എൻസൈമുകളും ചേർത്ത് എൻറിച്ച് ചെയ്ത് തരിയില്ലാതെ പൊടിച്ചെടുത്താണ് അൾട്രാ ഗോൾഡ് നിർമ്മിക്കുന്നത്. തുള്ളി നനയ്ക്കും ഡ്രെഞ്ചിങ്ങിനും വേണ്ടി ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ R&D ടീം പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നമാണ് അൾട്രാ ഗോൾഡ്. സ്വന്തം തോട്ടങ്ങളിൽ വർഷങ്ങളായി ഉപയോഗിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഓരോ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ 100% വിശ്വസിക്കാം. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ്. പിന്നെ പോയി കണ്ടില്ലേ, നമ്മുടെ ഇന്റർനെറ്റിന് സ്പീഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഹാപ്പി ആവും? നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. BSNL, ഏഷ്യാനെറ്റ്, കേരള വിഷൻ, റെയിൽ വയർ, ദിവാൻ, ലിംഡ്രാസ് തുടങ്ങിയ പ്രമുഖ ISPകളുടെ ബ്രോഡ്ബാൻഡ് പാക്കേജുകൾ ഇപ്പോൾ നിങ്ങളുടെ ഇടുക്കി വിഷൻ കേബിൾ ടിവിക്കൊപ്പം. ആസ്വദിക്കൂ അൺലിമിറ്റഡ് ഡേറ്റ, വൈവിധ്യമാർന്ന പ്ലാനുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. ജില്ലയിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് ശൃംഖല ഇടുക്കി വിഷൻ കേബിൾ നെറ്റ്വർക്ക് സിൻസ് 2003. High-Range Hypermart presents Jumanji, the gaming zone. Open on every days 9 AM to 9 PM at High-Range Hypermart, Kattappana. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന പരിക്കിന്റെ പിടിയിൽ. ആനയുടെ കാലിനാണ് പരിക്ക് സംഭവിച്ചത്. കാട്ടുകൊമ്പൻ പടയപ്പിയുമായി ഏറ്റുമുട്ടിയതിനിടയിലാകാം ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചത് എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പടയപ്പയ്ക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന. മൂന്നാർ നല്ലതണ്ണിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട്. ഇതിനിടെയാണ് കാട്ടുകൊമ്പൻ പരിക്കിന്റെ പിടിയിലായിട്ടുള്ളത്. ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പിയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം.
അല്ല, ഒരാഴ്ചക്ക് മുമ്പ് ഇതുപോലെ 2 ആനകൾ ഇതുപോലെ ഏറ്റുമുട്ടിയിരുന്നു. അപ്പോൾ പടയപ്പയും വേറൊരു ആനയുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അതിനുശേഷം ഈ 2ാമത്തെ ആനയെ അന്വേഷിച്ച് വരികയായിരുന്നു. അതിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് കല്ലാറിലെ ചോലക്ക വനത്തിനുള്ളിലെ ആനയെ കണ്ടെത്തുന്നത്. അങ്ങനെ അത് വന്നപ്പോഴാണ് അതിൻ്റെ കാലിൽ പരിക്ക് കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ചു. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഹയർ ഒഫീഷ്യൽസിന് ഒരു റിപ്പോർട്ട് കൊടുക്കും ഇതിൻ്റെ പരിക്കിനെ പറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിക്കിനെ പറ്റി, അതിൻ്റെ ഗൗരവത്തെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും. ചികിത്സ അത് ഹയർ ഒഫീഷ്യൽസ് തീരുമാനിക്കും ഈ വെറ്റിനറി ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ആന നിലവിലുള്ളത് മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ്. പരിക്ക് സംബന്ധിച്ച് പരിശോധനകൾക്കായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ എത്തും. പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, അടിമാലി. പുലർച്ചെയുള്ള നടത്തം ആരോഗ്യവും ഉന്മേഷവും ഒക്കെ നേടിത്തരും. ഒപ്പം സ്ഥിരമായി നടക്കാനെത്തുന്നവരുടെ നല്ല സൗഹൃദങ്ങളും. എന്നാൽ അടിമാലി മച്ചുപ്ലാവ് സ്വദേശിയായ ബൈജുവിന് പുലർച്ചെയുള്ള നടത്തം സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു സൗഹൃദമാണ്. എന്നും നടക്കാൻ ഒപ്പമെത്തുന്ന ഒരു തെരുവ് നായയുമായുള്ള സൗഹൃദം. കാണാം ആ കാഴ്ചകൾ. ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ കണിശക്കാരനാണ് മുൻ സൈനികനായിരുന്ന ബൈജു. എല്ലാ ദിവസവും പുലർച്ചെ നടക്കാൻ പോകും. അങ്ങനെയുള്ള യാത്രയിലാണ് 4 മാസം മുൻപ് ഒരു തെരുവ് നായിയും ബൈജുവിന് ഒപ്പം ചേർന്നത്. ആദ്യമൊക്കെ നായയുടെ നടത്തം കാര്യമായി എടുത്തില്ല. എന്നാൽ തുടർന്ന് എല്ലാ ദിവസവും നായ ഒപ്പം നടക്കാനെത്തി തുടങ്ങിയതോടെ ബൈജു നായയെ ശ്രദ്ധിച്ചു തുടങ്ങി. സാധി എന്ന് പേര് നൽകി. ബൈജു ഇവനെയും നടത്തത്തിൽ ഒപ്പം ചേർത്തു. ബൈജുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഉറ്റ സുഹൃത്തിനെ പോലെയാണ് നടത്തം. പുലർച്ചെ വഴിയരികിൽ നിൽക്കുന്ന തെരുവ് നായ്ക്കൾ ബൈജുവിനെ ആക്രമിക്കാതെ സാധി രക്ഷകനാകും. നടത്തമൊക്കെ നിർത്തി പിന്നീട് ജോലിക്ക് പോകുമ്പോഴും വാഹനത്തിന് പിറകെയോടി യാത്രയാക്കും. 4 മാസം മുമ്പ് ഞാൻ ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഈ നായ്ക്കുട്ടി ചാടി വരുന്നത് എൻ്റെ മുമ്പിലേക്ക്. എന്നെ കുറച്ചുകൊണ്ടാണ് ചാടി വന്നത്. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ ഓടിയിട്ട് പുള്ളിയുടെ തലയിലും തട്ടി ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് വരെ പുള്ളി എൻ്റെ കൂടെ വന്നു. എന്നെ കൊണ്ടുവന്ന് കൊടുത്തു. 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പുള്ളി തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ ഓടാൻ ചെല്ലുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഈ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 22 കിലോമീറ്ററിൽ ഓടിയിരുന്നു. കണ്ടിന്യൂസ് ഇത്രയും കിലോമീറ്റർ ഈ പട്ടി എൻ്റെ കൂടെ ഓടി. എന്നെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ 2 ദിവസം ഞാൻ ഓടാൻ പോയില്ല. 3ാമത്തെ ദിവസം ഞാൻ ഓടാനായിട്ട് റെഡി ആകുമ്പോഴത്തേനും രാവിലെ പുള്ളി എൻ്റെ വീട്ടിൽ എന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവൻ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇവനെ ഒഴിവാക്കാനായിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. 15 കിലോമീറ്ററിൽ ഞാൻ സൈക്കിൾ ഓട്ടിപ്പോയി. 15 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ ഓടി. നടത്തത്തിലെ കൂട്ട് പതിവായതോടെ സാധി ബൈജുവിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി. ബൈജുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണെന്ന് സാധി. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇനി കമ്പോളം. കമ്പോള നിലവാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നിലവാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു.
നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. അതെ, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാൻ നല്ല ടൈമായിട്ടോ ഇത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവരാണോ? എങ്കിൽ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യല്ലേ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, AC, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാ പർച്ചേസുകൾക്കും മറ്റെല്ലാ ഓഫറുകൾക്കും പുറമെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും ഫെബ്രുവരി 15 മുതൽ 28 വരെ മാത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസ്. എന്നതാ മനുഷ്യ, സ്വർണം പണയം വെച്ചിട്ട് 50,000 രൂപ എടുത്തില്ലായിരുന്നോ? 3 മാസത്തെ പലിശയാ. 3,500 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുക. ഇതെന്നാ പലിശ? 3,500? അല്ല അൻസി, നീ സ്വർണം പണയം വെച്ച ഏതോ ബാങ്കിൽ നിന്ന് 50,000 എടുത്തില്ലായിരുന്നോ? എടുത്തായിരുന്നു ചേച്ചി, പക്ഷെ എനിക്ക് 3 മാസത്തേക്ക് 1,200 രൂപ പലിശയായുള്ളൂ. ഞാൻ വെച്ചതേ ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിലാ. ഷായിച്ചേട്ടൻ ഏതായാലും സ്വകാര്യ ബാങ്കിലായിരിക്കും പണയം വെച്ചേ, അതുകൊണ്ടാ. ഞാനും ഞങ്ങളുടെ സംഘക്കാർ അവിടെ തന്നെയാ പണയം വെച്ചേക്കുന്നത്. നോക്കിയും കണ്ടും ചെയ്താലല്ലേ ചേച്ചി ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ അൻസി, വലിയ ബുദ്ധിമാനാണെന്ന് ഈ മനുഷ്യന്റെ വിചാരം. ഇത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും സ്വകാര്യ ബാങ്കിൽ കൊണ്ട് പണയം വെക്കൂ? അല്ലെങ്കിലും എന്നോടൊന്നും പറയത്തില്ലല്ലോ. ചോദിക്കുമായിരുന്ന ഞാൻ പറഞ്ഞു തന്നേനെ. എന്നെ മുന്നേടി നീ ഒന്ന് ക്ഷമിക്ക്. ഏതായാലും പറ്റിയത് പറ്റി. ഇന്ന് തന്നെ ആ സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത് ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ കൊണ്ടങ്ങ് വെക്കാം. ഗ്രാമിന് കൂടുതൽ തുകയും കുറഞ്ഞ പലിശയും. കർഷകർ നെഞ്ചേറ്റിയ വിശ്വാസം. ഇടുക്കി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒരു സഹകരണ സംരംഭം. ബ്രാഞ്ചുകൾ കട്ടപ്പന, ചെറുതോണി, ഇടുക്കി, അയ്യപ്പൻകോവിൽ, കമ്പളികണ്ടം. വചനോത്സവം 2025 ഫെബ്രുവരി 15 തീയതി കൊച്ചറ IPC ബദേൽ ഗ്രൗണ്ടിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 9 മണി വരെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ വചനപ്രഘോഷണവും ഇമ്മാനുവൽ ഹെൻറി, കെസിയ ജെയിംസ് എന്നിവർ സംഗീത സന്ധ്യയും നയിക്കുന്നു. ഈ സംയുക്ത കൺവെൻഷനിലേക്കും സംഗീത സായാഹ്നത്തിലേക്കും നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മികച്ച ഡോക്ടർമാരും ആധുനിക സൗകര്യങ്ങളുമായി റോഹൻ ശേഖർ യൂറോളജി ക്ലിനിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്റർ കമ്പം. ഞങ്ങളുടെ മെഡിക്കൽ സേവനങ്ങൾ: നെഫ്രോളജി, ജനറൽ മെഡിസിൻ, അനസ്തേഷ്യ. ഞങ്ങളുടെ പ്രത്യേക സേവനങ്ങൾ: ജനറൽ സർജറി, ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി, യൂറോളജി സർജറി, സർജിക്കൽ, ഗ്യാസ്ട്രോ എൻറ്ററോളജി, യൂറോ ഗൈനക്കോളജി. മറ്റ് സേവനങ്ങൾ: ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് സർവീസസ്, സർജിക്കൽ, ICU, നഴ്സിംഗ് മാനേജ്മെന്റ്. Our 24 hours facilities includes a well-occupied operation theatre, emergency care, clinical pathology, clinical biochemistry, hematology, serology, digital X-ray services, pharmacy services. Rohan Shehar Hospital and ISO 9001:2008 certified urology clinic and laparoscopic center, Ranger Office Road, Kambam. For more details, 04554 274414 276672. ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണുന്ന ആ ദിവസം, പട്ടിന്റെ അഴകിൽ പൊതിഞ്ഞ പവിത്രമായ ഒരു ബന്ധത്തിന്റെ തുടക്കം, മാംഗല്യം. പെണ്ണിന് അലങ്കാരമാണ് പട്ട്. തലമുറകളിലൂടെ തേടിയെത്തുന്ന ആശീർവാദമാണ്. മനം പോലെ മാംഗല്യം, മനം കവരും പട്ട്. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം.
Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി 9 മുതൽ 16 വരെ. തൃക്കുടിയേറ്റ്, പറയെടുപ്പ്, മഹാപ്രസാദമൂട്ട്, നീരാഞ്ജന സമർപ്പണം, കലാപരിപാടികൾ, ഭഗവാന് അംശം സമർപ്പിക്കൽ, ഉത്സവ ബലി, കലവറ നിറയ്ക്കൽ, മഹാഘോഷയാത്ര, പള്ളിവേട്ട, ആറാട്ടുകുളം സമർപ്പണം, ആറാട്ടുഘോഷയാത്ര, ആറാട്ട് സദ്യ. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം. പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കാൻ എന്താ ചെയ്യാ? ആരാ ഇപ്പൊ സഹായിക്കുക? വിഷമിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. മൈന ഗോൾഡ് ഉള്ളപ്പോ ആ ടെൻഷൻ വേണ്ട. 9446227131 8075689598 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണമായാലും അത് ഉയർന്ന വിലക്ക് വിൽക്കുവാനും മൈന ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ സേവനം കേരളത്തിൽ എവിടെയും, അതും നിങ്ങളുള്ള സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യുന്നു. മൈന ഗോൾഡ്. അല്ലോ എൽദോ, എന്നാ ഉണ്ടടാ തോട്ടത്തിലെ വിശേഷങ്ങൾ? അത് പിന്നെ ആകെ പ്രശ്നമാണ് ഈ പച്ച മുതലാളി. എന്ത് പ്രശ്നം? നീ ഒന്ന് തെളിച്ചു പറയടാ. പോയി എല്ലാം പോയി മുതലാളി. വെയിലെന്ന് പറഞ്ഞ എന്നാ വെയിലാ. നമ്മുടെ ഏലച്ചെടികളെല്ലാം വാടിക്കരിഞ്ഞു. ഇത്തവണയും പണി കിട്ടി. ഓ, ഇതൊക്കെ നോക്കാനല്ലയോ നിന്നെ തോട്ടത്തിൽ നിർത്തിയേക്കുന്നേ? സൂര്യൻ ഉച്ചയിൽ കത്തി നിൽക്കല്ലേ. ഞാനിനി എന്നാ ചെയ്യാനാ പുണ്യാള? സൂര്യൻ ഇക്കൊല്ലവും പണി തന്നു. മുതലാളിക്ക് വെയിൽ കൊള്ളാതിരിക്കാനല്ലേ ഈ കൊടയും പിടിച്ച് നിൽക്കണത്. അതുപോലെ ഈ ചെടിക്ക് ഒരു കൊട ചൂടി കൊടുത്താ പോരെ. തോമാ, ഇത് വെച്ചൊരു കീറിയുണ്ടല്ലോ. മുതലാളി ചൂടാവണ്ട, വെയിലിന്റെ കലിപ്പ് തീർക്കാൻ ഗ്രീൻ മിറാക്കിൾ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ശരിക്കും ചെടിക്ക് ഒരു കൊട ചൂടി കൊടുത്ത പോലെ. സ്റ്റെയിൻസ് ഗ്രീൻ മിറാക്കിൾ തളിക്കൂ, വേനൽ ചൂടിൽ നിന്ന് ഏലത്തെ രക്ഷിക്കൂ. സന്തുഷ്ട കുടുംബത്തിന് വേണം സമ്പൂർണ്ണ ആരോഗ്യം. സമ്പൂർണ്ണ ആരോഗ്യം നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തിക്കും പാചകം റൈസിലൂടെ. ഇനി നിങ്ങളുടെ കുടുംബവും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. പാചകം റൈസ്, നാവിലൂറും നാടിന്റെ രുചി. ഫോർ ട്രേഡ് എൻക്വയറി, കവിത ട്രേഡിംഗ് കമ്പനി, എളപ്പാറ റോഡ്, കട്ടപ്പന. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KJ's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KJ's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക്. High Range Hypermart presents Jumanji, the gaming zone. Open on every days 9 AM to 9 PM at High Range Hypermart, Kattapana. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യ, എന്റെ തോട്ടത്തിൽ മാത്രം എങ്ങനെയാ ഇത്ര ആരോഗ്യമുള്ള 8 ബോൾട്ട് കാവുണ്ടാവുന്നതെന്ന്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിലേ നല്ല ഫുഡ് കൊടുക്കണം.
ഒരു ചരമുണ്ടായി, അതിലൊരു അരിമ്പുണ്ടായി, പൂവായി, കായായി, ഏലക്കയായി മാറുന്നവരെ കരുതൽ വേണം. അതിന് പൂവുണ്ടാകാനായി ഒരു ടോണിക്ക്, കായുണ്ടാകാൻ മറ്റൊരു ടോണിക്ക്, അത് കൊഴിയാതിരിക്കാൻ വേറൊരു ടോണിക്ക്. അങ്ങനെയൊന്നും വേണ്ട, ക്വാളിറ്റിയുള്ള ഒരൊറ്റ ടോണിക്ക് മതി. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, യൂറോപ്പിൽ നിന്ന് പാക്കിങ്ങോടുകൂടി ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലാന്റ് ഫുഡ്. ഒറ്റ തവണ ഉപയോഗിച്ചാൽ 45 ദിവസം വരെ ചെടികൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമുള്ളത്ര പോഷക ഗുണങ്ങൾ ചെടിയിൽ കിട്ടും. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, എ പ്രൊഡക്റ്റ് ഓഫ് കലിപ്സോ സ്പെയിൻ, മാർക്കറ്റഡ് ബൈ വെൽറൂട്ട് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ. അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം. 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷന് സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. A range of premium Indian wear cut differently. She Store, beautifully you. A KG's Group venture. വീണ്ടും പകുതിയാണല്ലോ ദിനേശ. അഴുകലും തട്ടമറിച്ചിലും ഒരു രക്ഷയില്ല. ചിമ്പിന്റെ എണ്ണവും തീരെ കുറവ്. പിന്നെ എങ്ങനെ വിളവ് കൂടാനാ? എത്ര വളം ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഏത് കാലാവസ്ഥയിലും ഷാജി സാറിന്റെ തോട്ടത്തിൽ കായ ഇരട്ടിയാ. ഇതെങ്ങനെയാടാവുകയെ? അതിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല ജോൺ സാറേ. തോന്നിയ വളമൊക്കെ വാങ്ങി ഉപയോഗിച്ച നേരത്ത് സമ്പൂർണ്ണ ജൈവവളമായ ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിച്ചിരുന്നെങ്കിൽ തട്ടമറിച്ചിലും അഴുകലും ചേർത്ത് കൂടുതൽ കരുത്തിട്ട ചിമ്പും നല്ല ബോൾഡ് കായും ലഭിച്ചേനെ. അടുത്ത പ്രാവശ്യമെങ്കിലും ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിക്കാൻ നോക്ക്. ജീവൻ പ്ലസ് 100% ഓർഗാനിക് ആൻഡ് ISO 9001:2015 സർട്ടിഫൈഡ് പ്രോഡക്റ്റ്. കൃഷി ചെയ്യുന്ന കാലത്ത് ജീവൻ പ്ലസ് ഇട്ടാൽ വിളവിന്റെ കാലത്ത് നിറവിളവ് നേടാം. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പവനാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിൽ പിന്നെയാണ് എന്റെ തോട്ടങ്ങൾ കൂടുതൽ ലാഭകരമായത്. കേരളത്തിൽ ആദ്യമായി സ്പോർ ബേസ്ഡ് ടെക്നോളജി വിത്ത് എഫിഷ്യന്റ് സ്റ്റെയിനിൽ 2x10⁹ സ്പോർട്സ് പെർ മില്ലിയിൽ അടങ്ങിയിട്ടുള്ള ട്രൈക്കോ ഗോൾഡ് അഴുകലും ഫിസേറിയവും തട്ടമറിച്ചിലും ഫലപ്രദമായി കൺട്രോൾ ചെയ്യുന്നു. വലിയ പൂക്കളും കായും ഉണ്ടാകുന്നതിനും ഏലക്കായുടെ അരികളുടെ എണ്ണവും കായുടെ തൂക്കവും വർദ്ധിപ്പിക്കുവാനും ഉണ്ടാകുന്ന പൂക്കളുടെ കൊഴിച്ചിൽ തടയുവാനും നെക്ടർ ഗോൾഡ് വളരെ മികച്ചതാണ്. കൂടാതെ തേനീച്ചകളെ ആകർഷിച്ച് പരാഗണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നെക്ടർ ഗോൾഡ് ഒരു തവണ ഉപയോഗിച്ച കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നു. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവിസ്മരണീയമാക്കുവാൻ കട്ടപ്പനയിലെ ഏറ്റവും മികച്ച മിനി ഹാളാണോ നിങ്ങൾ തിരയുന്നത്? 100 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന AC മിനി കോൺഫറൻസ് ഹാൾ ഹൈറേഞ്ച് ക്ലബ് ഹൗസ്.
ലിഫ്റ്റ് ഫെസിലിറ്റീസ്, മോസ്റ്റ് മോഡേൺ സൗണ്ട് സിസ്റ്റം, ലേസർ ഷോ, വീഡിയോ ഡിസ്പ്ലേ ഫെസിലിറ്റീസ്, 100-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം, ടേബിൾ ആൻഡ് ചെയർ സർവിംഗ് ടേബിൾസ് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും. സെമിനാർ, പ്രോഡക്റ്റ് ലോഞ്ചിംഗ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇനോഗ്രൽ ഫംഗ്ഷൻ, ബിസിനസ് മീറ്റ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഫാമിലി ഗെറ്റ് ടുഗദർ. ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, വെള്ളയാംകുടി, കട്ടപ്പന.